പെരുമ്പാവൂർ നിയോജകമണ്ഡലം LDF സ്ഥാനാർത്ഥി ബേസിൽ പോളിന് നെല്ലിമോളം കവലയിൽ ഉജ്ജ്വല സ്വീകരണമാണ് ലഭിച്ചിരിക്കുന്നത്. കണിവെള്ളരിയും കണിക്കൊന്നയും അതുപോലെ തന്നെ മറ്റ് വ്യത്യസ്തമായ ഉപഹാരങ്ങളും ഷോൾ അണിയിച്ചുമെല്ലാം ജനങ്ങൾ അവരുടെ സ്നേഹം പ്രകടിപ്പിച്ചിരിക്കുകയാണ്. താളമേളങ്ങളുടെ അകമ്പടിയോടുകൂടി തന്നെ വലിയ സ്വീകരണമാണ് ബേസിൽ പോളിന് നെല്ലിമോളം കവലയിൽ ലഭിച്ചിരിക്കുന്നത്. പെരുമ്പാവൂർ നിയോജകമണ്ഡലം LDF സ്ഥാനാർത്ഥി ബേസിൽ പോളിന് നെല്ലിമോളം കവലയിൽ ആവേശോജ്വലമായ സ്വീകരണമാണ് ലഭിച്ചത്. താളമേളങ്ങളുടെയും മുദ്രാവാക്യങ്ങളുടെയും അകമ്പടിയോടെയാണ് സ്ഥാനാർത്ഥിയെ സ്വീകരിച്ചത്. രായമംഗലം പഞ്ചായത്ത് പ്രസിഡന്റായി നേരത്തെ സേവനം അനുഷ്ഠിച്ചിരുന്നത് കൊണ്ട് തന്നെ നാട്ടുകാർക്കെല്ലാം ബേസിൽ പോൾ പ്രിയങ്കരനാണ്. തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ചെയർമാൻ ബാബു ജോസഫ് സ്വീകരണ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കൺവീനർ അഡ്വക്കേറ്റ് NC മോഹനൻ ഉദ്ഘാടനം നിർവഹിച്ചു. പെരുമ്പാവൂരിനെ സംബന്ധിച്ചിടത്തോളം ഒരു വീണ്ടെടുപ്പിന് വേണ്ടിയുള്ള പോരാട്ടമാണ്. 10 വർഷക്കാലം 2016-2021 UDFിന് വിജയം നൽകിയ പെരുമ്പാവൂർ അസംബ്ലി മണ്ഡലം 10 കൊല്ലവും അനുഭവിച്ച അനാഥത്വത്തിന്, വികസന മുരടിപ്പിന്, ക്ഷേമ പ്രവർത്തനങ്ങൾ തകർത്തെറിഞ്ഞതിൻ്റെ വ്രണിതമായ ഹൃദയത്തോടു കൂടിയിട്ടുള്ള മനുഷ്യരുടെ ഇടപെടലുകൾ എല്ലാറ്റിൻ്റെയും അടിസ്ഥാനത്തിൽ ഈ നാടിനെ നന്മയിലേക്ക് തിരികെ പിടിക്കാൻ, വികസനത്തിലേക്ക് തിരികെ പിടിക്കാൻ, ക്ഷേമൈശ്വര്യങ്ങളിലേക്ക് തിരികെ പിടിക്കാൻ ഈ നാടും ജനങ്ങളും ഇന്ന് അനുഭവിക്കുന്ന എല്ലാ തിന്മകൾക്കും കെടുതികൾക്കുമെതിരായിട്ടുള്ള ജനകീയ യുദ്ധമായി ഈ തെരഞ്ഞെടുപ്പ് മാറിയിരിക്കുന്നു. 10 കൊല്ലക്കാലം ഈ നാടിന്റെ നന്മയുടെ വിളക്കുമാടങ്ങളെ തകർത്തെറിഞ്ഞതിന് ഞങ്ങളാ ഉത്തരവാദി എന്ന കുറ്റമേറ്റു പറഞ്ഞ് ജനങ്ങളുടെ മാപ്പപേക്ഷിക്കാൻ UDF നേതൃത്വം തയ്യാറാകണം എന്നതാണ് വസ്തുത. 2016 നിങ്ങൾ പെരുമ്പാവൂരിലെ ജനങ്ങളോട് ഒത്തുചോദിച്ചത് ബൈപ്പാസ് വരണമെങ്കിൽ UDF വരണമെന്നല്ലേ? പക്ഷേ UDF വന്നല്ലോ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് കേരളത്തിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി അധികാരത്തിൽ വന്നപ്പോ ബൈപ്പാസ് നിർമ്മാണത്തിന് ആവശ്യമായ തുക സംസ്ഥാന ഖജനാവിൽ നിന്ന് അനുവദിച്ചിട്ട് അത് ഫലപ്രദമായി വിനിയോഗിച്ച സമയബന്ധിതമായി ബൈപ്പാസ് നിർമ്മാണം പൂർത്തിയാക്കാൻ എന്തുകൊണ്ട് UDFിന് കഴിഞ്ഞില്ല എന്ന ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം പറയണം. അബ്ദുൽ കരീം, രാകേഷ് കാവുങ്കൽ, ശാരദ മോഹൻ, NP അജയകുമാർ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു. ബേസിൽ പോളിനെ ഷോൾ അണിയിച്ചു. കൂടാതെ പുഷ്പങ്ങൾ, കണിവെള്ളരിയും കണിക്കൊന്നയും തുടങ്ങി നിരവധി സ്നേഹോപഹാരങ്ങളാണ് നൽകിയത്. സ്ഥാനാർത്ഥിയായി ഞാൻ മത്സരിക്കുകയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലായി മുന്നോട്ട് പോയപ്പോൾ, ഓരോ പ്രദേശങ്ങളിലൂടെയും കടന്നു പോയപ്പോൾ വളരെ വലിയ അനുഭവമാണ് എനിക്ക് സംഭാവന ചെയ്യുന്നത്. ഈ നാട് വലിയ വികസനം ആഗ്രഹിക്കുന്നു എന്നുള്ളത് ഈ നാടിന്റെ ജനങ്ങളുടെ മനസ്സിന്റെ അകത്തളങ്ങളിൽ ഉണ്ട് എന്നുള്ളത് എല്ലാവരുടെയും വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യത്തിന് കഴിഞ്ഞ 10 വർഷക്കാലമായി കേരളത്തിൽ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ സംഭാവന ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാം. പക്ഷേ അതിനൊപ്പം നമ്മുടെ പെരുമ്പാവൂർ നടന്നു നീങ്ങിയിട്ടുണ്ടോ എന്നൊരു സംശയം എല്ലാവരും പങ്കുവയ്ക്കുന്നുണ്ട്. അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. കാരണം എനിക്കും സംസാരിച്ചവരെല്ലാം അതെല്ലാം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. എനിക്കൊരു വാക്ക് മാത്രമേ ഉള്ളൂ. നമുക്കൊരു നല്ല പെരുമ്പാവൂർ നാളെ വാർത്തെടുക്കണം. ഒരു വികസനപരമായ ഏറ്റവും മികച്ച മികവിന്റെ രീതിയിലുള്ള നഗരവും നമ്മുടെ നാടിന്റെ ജനങ്ങളുടെ ക്ഷേമൈശ്വര്യവും ഈ നാടിന്റെ ഓരോ വികസന പദ്ധതികളും വളരെ ക്രമപ്പെടുത്തിയും ചിട്ടപ്പെടുത്തിയും ഏറ്റവും മനോഹരമായി നടപ്പാക്കണം എന്നുള്ളത് ഈ നാട്ടിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി, ഈ നാടിന് വേണ്ടി ഞാൻ ഉറപ്പ് നൽകുന്നു. ഈ നാടിന്റെ ഓരോ വികസന പ്രശ്നങ്ങളിലും നിങ്ങളോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് നിങ്ങളുടെ എല്ലാ സുഖദുഃഖങ്ങളിലും നിങ്ങളോടൊപ്പം പ്രവർത്തിക്കുമെന്ന് ഞാൻ ഉറപ്പ് നൽകുന്നു. തുടർന്ന് തുറന്ന വാഹനത്തിൽ ബേസിൽ പോൾ ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള വാഹന പ്രചരണ റാലിയും പിന്നാലെ അനുകൂലികളുടെ ഇരുചക്ര വാഹന റാലിയും നടന്നു. മണ്ണിലിതാ ബേസിൽ പോൾ കടന്നു വരികയാണ്. നമ്മൾ അറിയുന്ന, നമ്മളോടൊപ്പം ഇന്നലകളിലും ഇന്നും ജീവിച്ചു പോരുന്ന ശ്രീ ബേസിൽ പോൾ.
നിങ്ങളെ നേരിൽ കാണുവാൻ നിങ്ങളുടെ അനുഗ്രഹങ്ങൾ ആശീർവാദങ്ങൾ ഏറ്റുവാങ്ങുന്നതിനായി ഈ വാഹനത്തിന്റെ തൊട്ട് പിന്നിലായി തുറന്ന വാഹനത്തിലിതാ ഇപ്പോൾ കടന്നു വരികയാണ്. നാടറിയുകയും നാടിനെ അറിയുകയും നമ്മളറിയുകയും നമ്മളെ അറിയുകയും ചെയ്യുന്ന ബേസിൽ പോൾ. അനുകൂലികൾ ഇരുചക്ര വാഹനങ്ങളിലും പ്രകടനം നടത്തിയിരിക്കുകയാണ്. തുറന്ന വാഹനത്തിൽ ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ബേസിൽ പോളും മുമ്പിൽ തന്നെയുണ്ട്. വാശിയേറിയ പ്രചരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ക്യാമറമാൻ ജിജോ സെബാസ്റ്റ്യനോടൊപ്പം നിഷ രജീഷ്, മെട്രോ ന്യൂസ്, പെരുമ്പാവൂർ.